തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പേടിച്ചിരിക്കുന്ന പ്രായമുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്ത് കിട്ടാം. അമ്മാമ്മയുടെ കണ്ണിൻ്റെ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ രണ്ടാമത്തെ കണ്ണിൻ്റെ ഓപ്പറേഷന് വേണ്ടി വന്നപ്പോൾ എടുത്ത ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണിത്. ഷെയർ ചെയ്ത് വെച്ചോളൂ, എപ്പോഴെങ്കിലും ജീവിതത്തിൽ ആവശ്യം വരികയാണെങ്കിൽ എടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ. ഇത് വരുന്നത് നമ്മുടെ എടപ്പള്ളി ചെങ്ങമ്പുഴ മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് കണ്ണ് അടിപൊളിയായിട്ട് ടെസ്റ്റ് ചെയ്യും. എത്രത്തോളം തിമിരത്തിൻ്റെ ഹാർഡ്നെസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യും. അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം വിശേഷങ്ങളൊക്കെ ചോദിക്കും. അതേപോലെ തന്നെ മെഡിസിൻ ഒഴിച്ചാൽ മതി. സമയത്തൊക്കെ ഒഴിക്കുന്നില്ലേ? എല്ലാം ക്ലിയർ ആയിരുന്നല്ലോ അല്ലേ? അതേപോലെ തന്നെ ആയിരിക്കും ഈ കണ്ണ് ചെയ്ത് അതേപോലെ തന്നെ ഉണ്ടാവുള്ളൂ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഓപ്പറേഷൻ ഉണ്ടാവുള്ളൂ. വേദന അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങള് സംസാരിച്ചൊക്കെ ചെയ്ത് ആള് കമ്പനി ആയിരുന്നു. പ്രശ്നം തുടക്കത്തിലെ ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മള് വെൽഡ് ചെയ്യണ പോലെ ടിക് 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 എന്ന് കേൾക്കണ്ടായിരുന്നു. അവര് കത്തിച്ചാണ് ഇത് കളയുന്നത്. നമ്മള് തിമിരം അകത്ത് പോയിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് വേണം എടുക്കാൻ. വീട്ടിൽ വന്നിട്ട് ഒരു ചേച്ചി ചോദിച്ചേ ഡോക്ടർ എന്തൊക്കെ ചെയ്തെന്ന് ചോദിച്ചു. അതറിയാമെങ്കിൽ ഞാനിവിടെ പിന്നെ എവിടെയാണ് ചെയ്തതെന്ന് വെച്ച് കണ്ണില് അല്ലാതെ എവിടെയാണ് ചെയ്യുന്നത്. അടിപൊളി അങ്ങനെ തന്നെയല്ലേ, സത്യമല്ലേ പറഞ്ഞതല്ലേ. വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഭയങ്കര ഹാപ്പി ആൻഡ് കൂളാക്കിയിട്ട് നേരെ ഹോസ്പിറ്റലിൻ്റെ മുകളിലൊരു റൂമുണ്ട് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്ത് തന്നെ. ആ റൂമിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് കണ്ണിൽ 2 ഡ്രോപ്പ് ഒഴിക്കും. അത് എന്തോ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. അതിനുശേഷം എഗ്രിമെൻറ്റിൽ അമ്മാമ്മേനെ കൊണ്ടും കൂടെ പോയ എന്നെ കൊണ്ടൊക്കെ സൈൻ ചെയ്യിപ്പിച്ചു. നേരെ ഒരു 5 മിനിറ്റിന് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് അമ്മാമ്മേനെ കൊണ്ട് പോയി. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്ത് വരെ മാത്രമേ കൂടെ പോകുന്നവർക്ക് അലൗഡ് ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അമ്മാമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഞാൻ പുറത്ത് പ്രാർത്ഥനയോടെ വെയിറ്റ് ചെയ്തിരുന്നു. നോ എൻട്രി വിത്തൗട്ട് പെർമിഷൻ. സോ വെയിറ്റ് ചെയ്യാം. അറബികളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഒരു 15 മിനിറ്റിന് ശേഷം അമ്മാമ്മേനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കി. ആ ഒരു കണ്ണ് നേരെ ഇതേ മാസ്ക് ചെയ്തിരുന്നത് അഴിച്ച് ഡോക്ടർ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയും. ഓപ്പറേഷൻ കഴിഞ്ഞ് അന്ന് ഞങ്ങൾ പോയി. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വന്നു. ഇന്ന് ബാക്കിയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. നമ്മുടെ തിമിരം കളഞ്ഞ് രണ്ടാമതിട്ട ലെൻസിൻ്റെ പൊസിഷനിൽ കറക്റ്റായിട്ട് തന്നെ ആ ലെൻസ് വീണിട്ടുണ്ടോ, കണ്ണിൻ്റെ പ്രഷർ, കാഴ്ചശക്തി, ഇതെല്ലാം ഇന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഡോക്ടറിനെ കണ്ട് ഡോക്ടർ ഫീഡ്ബാക്ക് പറയും. ഇതിൻ്റെ ഇടയിൽ കൃത്യമായിട്ട് മരുന്നൊഴിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അത് ഞങ്ങളെല്ലാവരും മാറി ഒഴിച്ച് ക്ലിയർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ കണ്ണ് ടെസ്റ്റ് ചെയ്തതിൻ്റെ ഒക്കെ പോസിറ്റീവാണെന്നാണ് പറയണേ. അത് കേട്ടപ്പോൾ തന്നെ അമ്മാമ്മ ഹാപ്പിയായി. ഇനി നമുക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്യണ പരിപാടിയാണ്. അവിടെ കണ്ണാടിയിലെ നമ്പർ എടുത്തൊന്ന് വായിക്കേ. നമ്പർ 3. ഇപ്പോഴോ ഒന്നുകൂടി വായിച്ചേ. ഓരോന്ന് പറഞ്ഞാൽ മതി, കൂട്ടി പറയണ്ട. വായിച്ചി 4 7 കറക്റ്റ്. ഇപ്പൊ വായിച്ചേ 2 3 5 കറക്റ്റ്. ഹായ്, ഹലോ. ഇതാണ് നമ്മളെ അമ്മാമ്മയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ഉമേഷ് അല്ലേ? അതെ, ഡോക്ടർ ഉമേഷ്. ഞാനിവിടെ അമ്മമ്മയ്ക്ക് അറിയാം, തിമിരത്തിന്റെ ചെയ്യുന്ന ഡോക്ടറാണ്. അമ്മമ്മ ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ണിന്റെ പ്രഷറിന്റെയും കണ്ണാടി ഒഴിവാക്കുന്ന ലാസിക്കിന്റെയും ഡോക്ടറാണ്. ഓക്കെ, കോങ്കണ്ണ് കാര്യങ്ങൾ ഇവിടെ എന്തൊക്കെയുണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ളത്? ഇവിടെ എല്ലാ സ്പെഷ്യാലിറ്റിയും ചെയ്യുന്നുണ്ട്. കണ്ണിന്റെ എല്ലാ A to Z എല്ലാ പ്രൊസീജിയറും നമ്മൾ ചെയ്യുന്നുണ്ട്. തിമിരം, കോങ്കണ്ണ്, പ്രഷറിന്റെ, പിന്നെ എന്താ പറയാ ഇത് കണ്ണാടി ഒഴിവാക്കുന്നതിന്റെ, പിന്നെ എന്താ പറയാ തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർക്ക് കണ്ണിന്റെ ഇഷ്യൂസ് വരുന്നവർ എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ചെയ്യാം. ഷുഗർ ഉള്ള നരമ്പിന്റെ റെറ്റിനോപ്പതി, റെറ്റിനയുടെ പ്രോബ്ലംസ് ചെയ്യുന്നത് ഇതെല്ലാം ഞാനല്ല ചെയ്യുന്നത്. പല ഡോക്ടേഴ്സ്. ഡോക്ടർ ഇതിൽ ഞാൻ സ്പെഷ്യലിസ്റ്റ് ചെയ്ത് തിമിരത്തിന്റെയും ഗ്ലോക്കോമയുടെയും കണ്ണാടി ഒഴിവാക്കുന്ന ഈ 3 സംഭവത്തിലാണ് ചെയ്തിരിക്കുന്നത്. മറ്റേതിന് വേറെ ഡോക്ടേഴ്സ്. ഈ കുട്ടികളുടെയിലാണ് ഈ കോങ്കണ്ണും കുട്ടികളുടെ തിമിരത്തിന് അതിനൊക്കെ വേറെ ഡോക്ടേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു 6 ഡോക്ടേഴ്സ് ഉണ്ട് ഈ ഹോസ്പിറ്റലിൽ. പോയി കാണണോ? ഓരോരോ ഫ്ലോറിൽ വേണമെങ്കിൽ പോയി കാണണോ? എങ്ങനെയാണ്? നന്നായില്ലേ? പേടിയൊക്കെ മാറിയപ്പോ നന്നായിട്ടില്ലേ? ഇനി ആൾക്കാർ പറയാ എങ്ങനെ ഉണ്ടായിരുന്നു പറയാട്ടോ. ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്? ഞാൻ പറയുമ്പോ അത് എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ചെയ്തിട്ട് എങ്ങനെയുണ്ട്? പണ്ടത്തെ കാര്യമുണ്ടോ?
കാഴ്ചയുണ്ട്. കാഴ്ചയുണ്ട്. അവിടെ ഇരുന്ന് മുഴുവൻ വായിക്കായിരുന്നു. അത് ശരി. 3, 7, 5 കൂട്ടി വായിക്കണം 345. അപ്പൊ അത് ചേച്ചി പറഞ്ഞ് ഓരോന്ന് പറഞ്ഞാൽ അണ്ട അവിടെ നിന്ന് എഴുന്നേറ്റപ്പോ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു അത് പഠിപ്പിക്കാൻ ടീച്ചറല്ല ഇവിടെ കണ്ണ് ടെസ്റ്റ് ചെയ്യണെന്ന് പറഞ്ഞ്. 2 ആഴ്ച വന്ന ആളെ അല്ല ഇപ്പൊ കണ്ടില്ലേ. 2 ആഴ്ച മുമ്പ് അമ്മാമ്മ വന്നപ്പോ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഈ അത്യാവശ്യം നല്ല പേടിയുണ്ടായി. അതെ 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 എങ്ങനെ ഉണ്ടായിരുന്നു കണ്ണിന്റെ അവസ്ഥ എന്തായിരുന്നു? ഇനിയിപ്പോ പറയാലോ. അതെ അതെ ഇനിയിപ്പോ ഓപ്പൺ ആയി പറയാം. കുഴപ്പമില്ല. അല്ലെങ്കിൽ അമ്മമ്മയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒന്നും ഞാൻ പറയാൻ പറ്റില്ല. നമുക്ക് ടെൻഷനിലായിരുന്ന ആള്. പേടിച്ചു. അതെ പേടിയായിരുന്നു. ഇപ്പൊ വലത്തേ കണ്ണിൽ അമ്മമ്മയുടെ ഫുള്ള് തിമിരായിരുന്നു. ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഇടത്തേ കണ്ണിലും നല്ല തിമിരുണ്ടായിരുന്നു. അപ്പൊ വലത്തേ കണ്ണൊക്കെ ഒരു 10 വർഷം മുമ്പേ ഓപ്പറേഷൻ ചെയ്യേണ്ടതായിരുന്നു. പിന്നെ അതിങ്ങനെ ലേറ്റ് ആയി പേടി. നമുക്ക് പേടി. പിന്നെ പുറത്തുനിന്നുള്ള ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ ചെയ്തവരല്ല. അതെ. കറക്കർത്താനോട് വെക്കണം. പ്രഷർ എങ്ങാനും ഷുഗർ എങ്ങാനും വന്നു കഴിഞ്ഞാൽ കാഴ്ച നഷ്ടപ്പെടാം. എന്താണ് ചിലര് പറഞ്ഞു കൊടുത്തത് ചിലപ്പോ കാണാനേ പറ്റൂല. ഇനി അങ്ങനെയുള്ള പേടികൾ വന്ന് പിന്നെ ഇവിടെ വന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഒരു ആത്മവിശ്വാസം കിട്ടിയത്. പിന്നെ ഞങ്ങളുടെ വീഡിയോസ് കണ്ടോണ്ടിരുന്നവർ ഇത് ചെയ്തവരൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെയാണ് ഈ ധൈര്യം കിട്ടിയത്. അപ്പൊ അത് ബേസിക്കലി നമ്മള് തിമിരത്തിന് ഒരു കീ ഹോൾ സർജറിയാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് ഓപ്പറേഷനേ ഉണ്ടാവുള്ളൂ. അമ്മമ്മയ്ക്ക് അറിയുണ്ടാവും അവിടെ വേദന ഉണ്ടായിരുന്നില്ല, ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നില്ല. എന്തോ ഒരു വെൽഡ് ചെയ്യണ പോലത്തെ ഒരു ക്രിക്ക്. അപ്പൊ അമ്മ പറഞ്ഞു അതെന്തോ ചുറ്റിയൊക്കെ അടിച്ച് തിമിരത്തിനെ പൊട്ടിക്കണേന്ന് അത് കീ ഹോള് വഴി നമ്മളെ തിമിരം നമ്മള് പൊടിച്ചിട്ടാണ് തിന്നാൻ പറ്റുള്ളൂ. കാരണം തിമിരം ഫുള്ള് നമ്മൾ ഒറ്റയടിക്ക് എടുക്കുകയാണെങ്കിൽ കീറി എടുത്തിട്ട് സ്റ്റിച്ച് ഇടുന്ന പോലത്തെ ഓപ്പറേഷൻ ആവും. പക്ഷെ അത് നമ്മൾ പണ്ടത്തെ കാലത്ത് ചെയ്യുന്നതാണ്. അതിനാണ് അത്രയും റെസ്റ്റ്. അതിനാണ് റെസ്റ്റും കുറെ ഒരു മാസം കഴിഞ്ഞേ കാഴ്ച വരുള്ളൂ. അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ. അതൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കീ ഹോൾ ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റിച്ചും ഒന്നും ഉണ്ടാവില്ല. ഒരു 2 ദിവസം കഴിയുമ്പോ തന്നെ കാഴ്ച ക്ലിയർ ആയിരിക്കും. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അമ്മാമ. ഇവിടെ നിന്ന് പോയപ്പോ തന്നെ അമ്മാമ പറഞ്ഞു ഇതേ എനിക്ക് ഒരു കുഴപ്പമില്ല, ഓക്കെ ആയിട്ടാണ് പോണേന്നുള്ളത്. അമ്മാമക്ക് എത്ര ദിവസം കഴിഞ്ഞപ്പോ കാഴ്ച കിട്ടി? അന്ന് തന്നെ ഉണ്ടായിരുന്നു. കാഴ്ച കിട്ടി. ഒന്നും പോയൊന്നുമില്ല. അടിപൊളി. മെയിൻ ആയിട്ട് ഇതിന്റെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളവിടെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തും സംസാരിക്കാം. പേടിയൊന്നും ഉണ്ടായില്ല എനിക്ക്. ഒട്ടും പേടി ഉണ്ടായില്ല. ഒട്ടും പേടി ഉണ്ടായില്ല. ഒട്ടും ഒട്ടെന്ന് പറയണത് ഇവിടെ വന്നപ്പോ ഒരു ഇതായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായി. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോഴാ അപ്പൊ ഒട്ടുമില്ല. ഒട്ടുമില്ല. ഓക്കെ. അതാണ്. അപ്പൊ ഇത് അപ്പൊ ഇവരെന്നെ നാളെ ഇനി വരുമ്പോ ഇവരെന്നെ ഇരിക്കാവണമെന്നും പറഞ്ഞ് ഞാനും പോയത്. അപ്പൊ പ്രായമൊന്നും ഇതിനൊരു പ്രശ്നമല്ല. പ്രായം നമുക്കൊരു പ്രശ്നമല്ല. എന്താ പറയാ, ഇത് സുഖമായിട്ട് റിലാക്സ് ആയിട്ട് വരിക, അവിടെ കിടക്കുക. നമ്മള് ഒരു ലൈറ്റ് ഉണ്ടായിരിക്കും. ഒരു ലൈറ്റ് നോക്കിയിട്ട് അമ്മമ്മ ചെയ്ത പോലെ ഒരു 10 മിനിറ്റ് കിടക്കുക. നമ്മൾ ചെയ്തിട്ട് എന്താ പറയാ കണ്ണ് അടക്കിയ പോലും ഉണ്ടാവില്ല. അപ്പൊ തന്നെ നമ്മളൊരു കണ്ണാടി വന്നിട്ട് നേരെ അങ്ങോട്ട് വിടും. പിന്നെ മരുന്ന് ഒഴിക്കണ പരിപാടിയാണ്. അതെ, മരുന്ന് നമുക്ക് ഒരു 1 മന്തിന് യൂസ് ചെയ്യാണ്ടാവും. അത് ആദ്യത്തെ ഒരാഴ്ച കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം. അതിനുശേഷം പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ അമ്മമ്മയുടെ കണ്ണിന് നോക്കിയാൽ അറിയാം, ഒരു ഫുള്ള് വെള്ളയാണ്, കൃത്യമായിട്ടുണ്ട്. ഒരു സമയത്ത് കൃത്യമായിട്ട് മരുന്ന് ഒഴിച്ചാൽ കണ്ടാൽ മനസ്സിലാവും. അതൊഴിച്ചിട്ടുണ്ട്. അതാണ്. ഞങ്ങൾ വീട്ടിൽ 10 പേരുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും റിമൈൻഡർ വെച്ചേക്കാണ് ഫോണിൽ. ഈ സമയം പല 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 സമയമുള്ള. അപ്പൊ എല്ലാം ഇങ്ങനെ റിമൈൻഡർ വെച്ച് ആരാണോ വീട്ടിൽ അവൈലബിള് എല്ലാരും മാറി മാറി വെക്കുന്നുണ്ട്. ഒഴിച്ചത് കൂടിപ്പോയാലേ ഉള്ളൂ അല്ലേ മാമേ? എല്ലാം നന്നായി പോയിട്ടുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളൊരു പ്രായം കാരണം നമ്മളിത് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തിമിരത്തിന്റെ ഹാർഡ്നെസ് കൂടുമ്പോ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും, കാഴ്ച തിരിച്ചു വരാനും ചാൻസ് കുറവായിരിക്കും. ഇതിപ്പോ ശരിക്കും പഴയ കാഴ്ച കിട്ടിയിട്ടില്ലേ? അതെ, ഇപ്പൊ നല്ല കുട്ടിക്കാലത്തെ പോലത്തെ കാഴ്ച ക്ലിയർ ആയി വന്നിട്ടുണ്ട്. ഓക്കെയാണോ മാമേ? ഓക്കെയാണ്. ഇനി ചെറിയൊരു കണ്ണാടിയും കൂടി നമുക്ക് റീഡിങ്ങിനായിട്ട് അമ്മമ്മയ്ക്ക് നമ്മൾ എഴുതരും. അതും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടി ക്ലിയർ ആണ്. പെർഫെക്റ്റ് ആയി. വേറെ ഒരു കുഴപ്പമില്ല കണ്ണിന്. അപ്പൊ ഞങ്ങൾ റോസ്മീനെയും കൊണ്ട് ഒരു വരവ് കൂടി വരേണ്ടി വരും ചിലപ്പോ. വൈഫിന് കണ്ണടയുണ്ട്, നമുക്ക് മാറ്റണത് കാര്യം. അതെ. അപ്പൊ ഏതായാലും ഒരുപാട് സന്തോഷം. അപ്പൊ കാണാം. താങ്ക് യു സോ മച്ച്. ഓക്കെ. നമ്മൾ പറഞ്ഞതിലോ നിങ്ങളുടെ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചോട്ടാ. ഓക്കെ.